സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കർദമ പ്രജാപതിക്ക് തനിക്ക് അങ്ങോട്ട് അനുഭവപ്പെട്ടു. ഭഗവാന്റെ ആ ഒരു ചൈതന്യം അംശം തന്നിൽ ആവേശിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അതിനുശേഷമാണ് പിന്നെ ദേവഹൂതിയിൽ ഗർഭാധാനം എന്നുള്ളത്. അവിടെയൊക്കെ വളരെ അത്ഭുതങ്ങളുണ്ട്. ദേവഹൂതി ഗർഭം ധരിച്ചു. ക്രമേണ അത് പൂർണ്ണമായി നല്ലതായിട്ടുള്ള ഒരു ശുഭമുഹൂർത്തത്തെങ്കിൽ ഭഗവാൻ ദേവഹൂതിയിൽ നിന്നും ആ ആശ്രമത്തിൽ, പണ്ടത്തെ വിമാനമൊക്കെ അവിടെ പൊടി പിടിച്ച് മാറാല കെട്ടി കിടക്കണു. ആ വിമാനത്തിലേക്കൊന്നും തിരിഞ്ഞു നോക്കുന്ന പതിവില്ല. അപ്പോൾ ആ ബിന്ദു സരസിൻ്റെ തീരത്ത് അവിടെ ആശ്രമത്തിൽ ഭഗവാൻ സാക്ഷാൽ കപിലവാസുദേവൻ എന്നുള്ള പേരിലാണ് ഭഗവാൻ അവതരിച്ചത്. ഭഗവാന്റെ അവതാരമാണ് എന്ന് മനസ്സിലാക്കി ബ്രഹ്മാവ്, ദേവന്മാര്, ഗന്ധർവന്മാര് ഇവരൊക്കെ അവിടെ വന്നു. അവതാരത്തെ കേമായിട്ട് കൊണ്ടാടി. പുഷ്പവൃഷ്ടി, വാദ്യഘോഷങ്ങൾ ഒക്കെ ഉണ്ടായി. ബ്രഹ്മാവ് കർദമ പ്രജാപതിയുടെ അടുത്ത് ചെന്ന് പറയാണ്. ബ്രഹ്മാവ് ആദ്യം പറഞ്ഞു, സാക്ഷാൽ ഭഗവാൻ അവതരിച്ചിരിക്കുകയാണ്. കാലം കൊണ്ട് എല്ലാ അവതാരത്തിനും ഓരോ ഉദ്ദേശങ്ങളുണ്ട്. കാലം കൊണ്ട് നഷ്ടപ്പെട്ടു പോയതായിട്ടുള്ള സാഖ്യയോഗത്തെ പ്രചരിപ്പിക്കണം. ഇതിനാണ് സാഖ്യയോഗം ദൂഷിച്ചിരിക്കുന്നു. നിരീശ്വര സാഖ്യമായിട്ട് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു. ആ കാലത്ത് അത് പറ്റില്ല. ഈശ്വര സാക്ഷാത്കാരം സാഖ്യയോഗത്തിൽ കൂടി ഉണ്ടാവാനുള്ള മാർഗം ലോകത്തിൽ പ്രചരിപ്പിക്കണം. ഇതാണ് കപിലാവതാരത്തിൻ്റെ ഉദ്ദേശം എന്നൊക്കെ ബ്രഹ്മാവ് സ്തുതിച്ചു ഭഗവാനെ. അതിനുശേഷം കർദമ പ്രജാപതിയോട് പറഞ്ഞു ബ്രഹ്മാവ്, തൻ്റെ മകനാണല്ലോ ഉണ്ണി, ഞാൻ ഒരു കാര്യം അങ്ങയെ ഏൽപ്പിച്ചു. അത് വേണ്ടതുപോലെ ചെയ്തു. കല്യാണം കഴിക്കണം, സന്താനം ഉണ്ടാവണം എന്ന് പറഞ്ഞു. കല്യാണം കഴിച്ചു, സന്താനം ഉണ്ടായി പോരാ, അങ്ങക്ക് ഗൃഹത്തിൽ ബന്ധമില്ല എന്ന് മാത്രമല്ല, ബാക്കിയുള്ളവരുടെ ബന്ധവും കൂടി ഇല്ലാതെ കണ്ടാക്കത്തക്കവണ്ണം ഒരു പുത്രനെ അങ്ങ് സമ്പാദിച്ചു. അങ്ങ് കൃതകൃത്യനാണ് എന്ന് കർദമ പ്രജാപതിയോട് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ബ്രഹ്മാവി വലിയ കാര്യമായിട്ട് വേദാന്തമൊക്കെ പറഞ്ഞു സ്തുതിക്കുന്ന സമയത്ത്. അപ്പം എന്താ ഭഗവാന്റെ അഭിപ്രായം മനസ്സിലാക്കി. ഇങ്ങനെ വേദാന്തം പറഞ്ഞു സ്തുതിച്ചതിനെ കൊണ്ടൊന്നും കാര്യമില്ല. ഭഗവാന്റെ തലയിൽ ഇപ്പോൾ വലിയൊരു പ്രാരബ്ധമുണ്ട്. 9 ജ്യേഷ്ഠത്തിമാരാ. ബ്രഹ്മാവി മുഖസ്തുതിയൊക്കെ പറഞ്ഞു ബ്രഹ്മാവ് പോവും. കർദമ പ്രജാപതി തപസ്സിന് വേണ്ടി പോവും. പിന്നെ ഏട്ടത്തിമാരുടെ ജാതകമൊക്കെ ഇട്ട് കൊടുത്ത് താമണം പുറപ്പെടുക. ഇതാണ് ഭഗവാന്റെ ഉള്ളില്. ഓഹോ, ബ്രഹ്മാവ് പറഞ്ഞു, ഭഗവാനെ ഞാൻ വരുമ്പം തന്നെ കരുതിയിട്ടുണ്ട്. ബ്രഹ്മാവിൻ്റെ മക്കള് പ്രജാപതിമാരുണ്ട്, അവരോട് കൂടിയിട്ടാണ് വന്നത്. ഒരു കാര്യം ചെയ്യാം, ഇവരെയൊക്കെ എൻ്റെ മക്കൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ പറഞ്ഞത് കേൾക്കുക. കാരണം കർദമനോ ഭഗവാനോ ഒരു പ്രാരബ്ധം വേണ്ട. 9 പെൺകുട്ടികളാ. പക്ഷെ ഇവിടെ ഒരു കുഴപ്പം, ബ്രഹ്മാവിന് 10 പുത്രന്മാർ കൂടെ വന്നിട്ടുണ്ട്. ഇവിടെ പെൺകുട്ടികൾ 9 ഉള്ളൂ. അപ്പോൾ ഒരാൾക്ക് കുറവുണ്ട്. ഇനിയിപ്പോൾ എന്താ, ആർക്കും അലോകിയാവാനും വയ്യ. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, നിങ്ങൾ അല്ല, എൻ്റെ മക്കളിൽ ആരെങ്കിലും കല്യാണം വേണ്ടെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പറയാം എന്ന് പറഞ്ഞു ബ്രഹ്മാവ്. അപ്പം നാരദൻ വേഗം, നാരദിന് പേടിയുണ്ടായിരുന്നു തൻ്റെ തലയിൽ വെച്ച് കിട്ടുമെന്ന്. നാരദ മഹർഷി വേഗം അടുത്ത് എന്ന് പറഞ്ഞു, എന്നെ ഇതൊന്നും ഒഴിവാക്കിയാൽ നടക്കത്തില്ല. നാരദനെ ഒഴിവാക്കി. ഇപ്പൊ പാകായില്ലോ. 9 ബ്രഹ്മാവിൻ്റെ മക്കള്, ഇവിടെ 9 പെൺകുട്ടികളുമുണ്ട്. അപ്പൊ തന്നെ പിന്നെ ബ്രഹ്മാവായതുകൊണ്ട് മുഹൂർത്തം നോക്കൂന്നും വേണ്ട. ബ്രഹ്മാവ് പറഞ്ഞാൽ അത് മുഹൂർത്തമാണ്. മുഹൂർത്തമസ്തു എന്ന് പറഞ്ഞാൽ സുമുഹൂർത്തം എന്ന് ബ്രഹ്മാവ് പറഞ്ഞാൽ മതി. 9 ആളുകളെയും കല്യാണമൊക്കെ കഴിച്ച് നോക്കണേ, ഒരു നയ പൈസ ചെലവില്ലാതെയുണ്ട്. 9 പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞു കർദമ പ്രജാപതിക്ക്. മറ്റതേ 50,000 50 പവന്റെ പണ്ടവും ഒരു കാറും എങ്ങനെയും ചുരുങ്ങിയത് വേണ്ടേ ഓരോരുത്തർക്ക്. ഇതൊക്കെ ലാഭമായി. ഭഗവാനാ ലാഭം. ദേവസ്വത്തിലേക്കാണ് ഇവിടെ ലാഭം. അവരൊക്കെ പറഞ്ഞയച്ചു.
ഭഗവാനോട് കർദമ പ്രജാപതി അല്ല ബ്രഹ്മദേവൻ യാത്ര പറഞ്ഞ് ബ്രഹ്മലോകത്തിലേക്ക് പോയി. ഇത്രയൊക്കെ ആയപ്പോൾ കർദമ പ്രജാപതി ഭഗവാന്റെ അടുത്ത് വന്നു. അവിടത്തേക്ക് നമസ്കാരമുണ്ട്, ഞങ്ങൾ തമ്മിൽ ദേവഹൂതിയും ഞാനും തമ്മിൽ കല്യാണം കഴിക്കുമ്പോൾ ഒരു കരാറുണ്ട്, സന്താനമുണ്ടായാൽ സന്യസിക്കും എന്നുള്ള ഒരു കരാറുമ്മലാണ്. പക്ഷെ അത്ര ആലോചിച്ചിരുന്നില്ല. ഇവിടുന്ന് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് ഇങ്ങോട്ട് എഴുന്നള്ളുന്ന കാര്യം അന്നോ അത്ര ഉള്ളിൽ തട്ട് വിചാരിച്ചിരുന്നു എങ്കിൽ ഇങ്ങനെ ഒരു കരാറ് ചെയ്യില്ലായിരുന്നു. എങ്കിലും അങ്ങനെ ഒരു കരാറ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സന്യസിക്കണം എന്നാ വിചാരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, എന്തിനാ സന്യാസം? ഈശ്വര സാക്ഷാത്കാരത്തിനല്ലേ? ഈശ്വരൻ ഗ്രഹത്തിൽ ഇങ്ങോട്ട് വന്നാൽ പിന്നെ കാട്ടിലേക്ക് പോണോ? ചോദിച്ചിട്ടില്ല. ഭഗവാന്റെ അഭിപ്രായം അതാണ്. വനമേവ ജഗാമഹ. അവിടെ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വനം ജഗാമ എന്ന് പറഞ്ഞാൽ മതി. ആവശ്യമില്ലാണ്ട് ഒരു പദം ഭാഗവതത്തിൽ പ്രയോഗിക്കില്ല. വനം ജഗാമ എന്ന് പറഞ്ഞാൽ മതി. അല്ല, വനമേവ ജഗാമ ധാരാളത്തിലായി. വനമേവ ജഗാമ ഇതൊക്കെ കഴിഞ്ഞ് ഹാ എന്ന് കൂടിയിട്ട് എന്തിനാ എത്രയൊക്കെ ചില പദപ്രയോഗം അവിടെ ചെയ്തത്? അത്ര കണ്ടപ്പോ സഹിച്ചില്ലാന്നാ. ഊണിൽ ബഹുരസമുള്ള ഒരാളെ ഉണ്ണാനിരുന്നപ്പോ അന്ന് പിന്നെ പഴം കൊണ്ടാ കൂട്ടാൻ ഇയാൾക്ക് ഇഷ്ടാ, പഴം കൊണ്ട്. അപ്പോൾ ചോറുകൊണ്ട് അങ്ങോട്ട് തടം പിടിച്ചു, നിറച്ചങ്ങോട്ട് വിളമ്പി കൂട്ടാൻ. അപ്പൊ അടുത്തൊരാൾ ഇരിക്കുന്നുണ്ട്, അയാൾ മഹാപിശുക്കനാ. കുറേശ്ശെ രണ്ട് വിരലുകൊണ്ട് എടുത്ത് ഇങ്ങനെ കഴിക്കുക, അത്രയ്ക്ക് വയ്ക്കൂ. അങ്ങനെ ഒരു സുഷ്ഠമായിട്ട് ഊണ് കഴിക്കുന്ന ആളാ. അയാളങ്ങനെ കണ്ടു ഇയാള് ഈ കൂട്ടാൻ വിളമ്പാൻ തടം വെട്ടിയത്. ഇയാൾക്ക് കൂട്ടാൻ തന്നെയാ ഭക്ഷണം ഒക്കെ അങ്ങനെ തോന്നി. എങ്കിലും ക്ഷമിച്ചു. അത് കഴിഞ്ഞ് ഇയാള് ആ കുറച്ച് ചോറ് കണ്ടെടുത്ത് പഴം ആ പഴക്കൂട്ടാനിൽ അങ്ങോട്ട് പഴപ്രഥമനെ പോലെയാക്കി. ഇയാൾക്ക് അതൊക്കെ കുറെ അധികം ആവശ്യത്തിന് കൂട്ടുകയല്ലേ പാടുള്ളൂ, ഇങ്ങനെയുണ്ടോ ഒരു കൂട്ടല് ഒക്കെയാണ് തോന്നി ഇയാൾക്ക്. അത് കഴിഞ്ഞ് കൈകൊണ്ട് വാരി കണ്ടെടുത്ത് അത് കഴിച്ചു. അയാൾക്ക് അങ്ങനെ ദേഷ്യം വന്നു അടുത്തിരിക്കുന്ന ആൾക്ക്. ഇത് കഴിഞ്ഞിട്ട് അത് കഴിക്കുമ്പോൾ ഒന്നും കൂടി ഉണ്ട്, ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് കൂട്ടാലിൽ ഒന്നും കൂടി മുക്കിയിട്ടാ വേണ്ട ദേഷ്യം വന്നു. സഹിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഉരുള കൂട്ടാൽ മുക്കി അകത്താക്കിയിട്ട് കുറച്ച് കൂട്ടാൻ അങ്ങോട്ട് എടുത്തിട്ട് ഒന്നും കൂടി അങ്ങോട്ട് കഴിച്ചു. ഇയാൾ അവിടുന്ന് അങ്ങോട്ട് എണീറ്റു. കാട്ട അധികമാണെന്ന് പറയലും പൊട്ടിക്കലും. അപ്പൊ അയാൾക്ക് സഹിച്ചില്ല. വനം ഏവ ജഗാമ ഹ. അത് വേണം. എന്തിനാശുണ്ടോ? അത്ര ഗൗരവമുണ്ട് അവിടെ. കശ്യപന് കർദമ പ്രജാപതിക്ക് സംശയമായി. കാട്ടിലേക്ക് പോവുകയോ വേണ്ടത്, ഇവിടെ നിൽക്കുകയോ വേണ്ടത്? വനമേവ ജഗാമ. ധൈര്യം വരുന്നില്ല. ഭഗവാനെ വിട്ട് കാട്ടിലേക്ക് അങ്ങോട്ട് പോകണ്ടേ? ധൈര്യം വരുന്നില്ല, പേടിയുണ്ട്. അതാണ് വനമേവ ജഗാമ. ഇവിടെ നിന്നാല് സ്വയംഭൂവമനുവിനും കൂടി ഇല്ലാത്ത ഐശ്വര്യം തനിക്ക് സ്വർഗലോകത്തിലെ ദേവന്മാർക്കും കൂടി കണി കാണാൻ സാധിക്കില്ല. അങ്ങനത്തെ വിമാനം അപ്പുറത്ത് കിടക്കണു. ഭഗവാനാണ് പുത്രനായിട്ട് ഇതാർക്ക് സാധിച്ചിട്ടുണ്ട്? പോരാ, ദേവഹൂതി മനുപുത്രിയാണ് തൻ്റെ ഭാര്യ. ഈ ഐശ്വര്യത്തിന്റെ നടുക്ക് ഇരുന്നാൽ അതിനോട് ബന്ധം പറ്റുമോ? ഭയം. പുറപ്പെട്ടുള്ള ഇതിൻ്റെ ഇടയിൽ ഇരുന്നാൽ താൻ പെടും, പോവുക. അപ്പൊ തോന്നും, അയ്യോ ഭഗവാനെ അങ്ങോട്ട് സന്യസിക്കുക, ഇത് വഹിക്കോ? വനമേവ ജഗാമ. അതും പോരാ, ഇതിനൊക്കെ പുറമെ അഗ്നിസാക്ഷിയായിട്ട് വിവാഹം കഴിച്ചു, കന്യകാദാനമായിട്ട് ദേവഹൂതിയെ താൻ സ്വീകരിച്ചു. ആ ദേവഹൂതിക്ക് മേലാൽ എന്താണ് ഗതി എന്ന് നോക്കേണ്ട കടമ തനിക്കില്ലേ? തനിക്ക് കാലായി സന്യസിച്ച് അങ്ങോട്ട് പോവുക. അത് മനുഷ്യന് വിധിച്ചതല്ല, അത് മനുഷ്യത്വമല്ല,
അത് തനി സ്വാർത്ഥമാണ്. മനുഷ്യന് ചില കടമകളൊക്കെ ഉണ്ട്. താൻ അഗ്നിസാക്ഷിയായിട്ട് വിവാഹം കഴിച്ചാൽ തൻ്റെ പത്നിക്ക് എന്താണ് ഗതി മേലാൽ എന്ന് നോക്കേണ്ട കടമ ഉണ്ട്. അപ്പൊ ഭഗവാൻ ചോദിച്ചു, അച്ഛൻ എന്താണ് അതത്ര കാര്യമായിട്ട് ആലോചിക്കുന്നത്? കപിലവാസുദേവരോട് കർദമ പ്രജാപതി പറയാണ്, ഞാൻ സന്യസിച്ചങ്ങോട്ട് പോയാൽ അവിടെ നിർത്തി. ഓഹോ, അമ്മയ്ക്ക് എന്താ ഗതി എന്നാണ് ആലോചന അല്ലേ? അച്ഛൻ കാട്ടിൽ പോയി ഈശ്വരനെ സേവിച്ച് വൈകുണ്ഠത്തിൽ എത്തുന്നതിൻ്റെ മുമ്പേ അമ്മയെ ഞാൻ അവിടെ എത്തിച്ചോളാം. ദേവഹൂതിയുടെ കണ്ണിന്ന് ആനന്ദാശ്രുക്കൾ പൊട്ടി ഒഴുകി. കർദമനും വനമേവ ജഗാമ. സന്തോഷായിട്ട് കർദമൻ ആനന്ദാശ്രുക്കൾ കണ്ണിൽ നിറച്ചുകൊണ്ട് കർദമൻ കാട്ടിലേക്ക് അങ്ങോട്ട് പോയി ഭഗവാനെ സേവിച്ച് മോക്ഷം നേടി എന്ന് പറഞ്ഞു. ഇനിതാ കപിലവാസുദേവരും ദേവഹൂതിയുമാണ് ആശ്രമത്തിൽ. ഭഗവാന്റെ ഉദ്ദേശം സാംഖ്യയോഗത്തെ പ്രചരിപ്പിക്കണം. ആ ഉപദേശം ആദ്യം അമ്മയ്ക്ക് അങ്ങോട്ട് തരുന്ന, അമ്മയ്ക്ക് വേണ്ട ജ്ഞാനോപദേശം ചെയ്യണം. ആ വിളിച്ചു വരുത്തി പറഞ്ഞൂടെ? അത് പോരാ, അമ്മ അതിനാവശ്യക്കാരിയാവണം. തന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിക്കണം. ഇതെങ്കിലും ഓടി നടക്കുന്ന ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് ഞാൻ കുറച്ച് വേദാന്തം പറയാൻ കേൾക്കൂ എന്ന് പറഞ്ഞാൽ ഒന്നും തലയ്ക്ക് പിടിക്കാൻ പോണില്ല. അവനവന് ദാഹിക്കണം. എന്നിട്ട് വെള്ളം കുടിച്ചാലേ വെള്ളത്തിന്റെ സ്വാദ് അറിയൂ. ഈശ്വരനെ കുറിച്ച് വല്ലതും തനിക്ക് മനസ്സിലാക്കണം എന്ന് അമ്മയ്ക്ക് ബോധം വന്ന് തന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിക്കട്ടെ, എന്നിട്ട് ഉപദേശം ആരംഭിക്കാം. ഇതാണ് കപിലവാസുദേവരുടെ മതം. അടുത്ത അധ്യായം മുതൽ ഉപദേശം ആരംഭിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം